കമൻ. അല്ല, ആരാ? എനിക്ക് മനസ്സിലായില്ല. ഞങ്ങള് മേരിമാതാ കോളേജിൽ നിന്ന് വരിക. ഇയാളുടെ മുഖം എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. സോറി സാർ, അന്ന് ബൈക്കിൽ ഞാനാ സാറിനോട് മത്സരിച്ചത്. ഓ, പൂലൻ ദേവിയുടെ ഗ്യാങ്. ക്ഷമിക്കണം സാർ, സാർ ഇത്ര വലിയ സാഹിത്യകാരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. അതൊന്നും കാര്യമില്ല. ഇപ്പൊ വന്നത് എന്തിനാ? ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡാനിയൽ അച്ഛൻ തന്നയച്ചതാ. വാ, ഇരിക്ക്. ഞാനാടാ ഡാനിയൽ. നീ ഇവിടെ അജ്ഞാതവാസത്തിന് എത്തിയിട്ടുണ്ടെന്ന് ഫാദർ ബെനഡിക്റ്റ എന്നെ അറിയിച്ചത്. മേരിമാതാ കോളേജിന്റെ പ്രിൻസിപ്പാൾ എന്ന നിലയ്ക്കാ ഞാൻ ഇത് എഴുതുന്നത്. എൻ്റെ കോളേജിന്റെ ഫൈൻ ആർട്സ് ഡേ മറ്റന്നാളാ. പിള്ളേരെ ഏതോ സിനിമക്കാരെയാ ഉദ്ഘാടനത്തിന് വെച്ചത്. അവസാന നിമിഷം അയാൾക്ക് എന്തോ പ്രശ്നം. നീ ഇങ്ങ് എത്തണം, ബാക്കി നേരിൽ. സ്വന്തം ഡാനിയൽ. We want Srinivasan. 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 Stop. എന്റെ പൊന്നു മക്കളെ, ഞാൻ ഒരു വൈദികനാ. മോറോവർ നിങ്ങളുടെ പ്രിൻസിപ്പളും. കർത്താവിന് വിചാരിച്ച എന്നെങ്ങനെ വിലക്കപ്പെട്ട കനി തീറ്റിക്കരുത്. ഞങ്ങൾക്ക് ശ്രീനിവാസനെ തന്നെ കിട്ടണം. എന്റെ കർത്താവെ, കൂത്തുപറമ്പിൽ മുങ്ങിയ കൂത്താട്ടോളത്ത് പൊന്തുന്ന ശ്രീനിവാസനെ ഞാൻ ഈ പെമ്പിളർക്ക് എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാനാ? അതെന്ത് വർത്താനം അച്ചോ? ശ്രീനിവാസനെ കൊണ്ടുവരാൻ അച്ഛന് മുമ്പ് വെച്ചല്ലേ ഫൈൻ ആർട്സ് സെക്രട്ടറി വീമ്പളക്കിയത്? കർത്താവാണ് 1-2 പ്രാവശ്യം ഞാൻ ബന്ധപ്പെട്ടത് ശരിയാ, പക്ഷെ ആളെ കിട്ടണ്ടേ? അതുകൊണ്ട് ഇപ്പൊ ഊർവശി ശാപ ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ അതിലും വലിയ സാഹിത്യകാരനായി വരുന്നത് എസ് ജെ ദേവ്. കേന്ദ്ര സാഹിത്യ അവാർഡ് വരെ കിട്ടിയ ആളല്ലേ? അതെ മക്കളെ, PGക്ക് വരെ അദ്ദേഹത്തിന്റെ പുസ്തകമല്ലേ പഠിപ്പിക്കുന്നത്. പക്ഷെ ശ്രീനിവാസൻ എന്തായാലും ശ്രീനിവാസൻ തന്നെയാണ് അച്ചോ. ഞങ്ങൾ ഉടക്കും, ഒരു കലക്ക് കലക്കും. വാടി. കുട്ടികളുടെ ഒരു കാര്യം. എന്റെ കർത്താവേ, ഈ പെൺകുട്ടികൾക്ക് ശ്രീനിവാസൻ എന്ത് കൈവശാ കൊടുത്തിരിക്കുന്നേ? അങ്ങനെ അച്ഛൻ ഇഷ്ടമുള്ള ഒരു സാഹിത്യകാരൻ ഇവിടെ വന്ന് ശയനിക്കണ്ട. എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കണമല്ലോടി. അതെ, എന്തെങ്കിലും ചെയ്യണം. ഹലോ മാളു. ഹായ്, ഫാഷൻ പരേഡാ? ഏ മാളു, ഇങ്ങ് വേഗം വാ, ഒരു കാര്യമുണ്ട്. മാളു, ശ്രീനിവാസനെ സ്വീകരിക്കാൻ കരുതി വെച്ചതാ. ഇത് വെച്ച് നമുക്കൊരു കലക്ക് കലക്കണം. നോ, ഇറ്റ്സ് ടു മച്ച് നാൻസി. ഞാനില്ല, നമുക്ക് വേറെന്തെങ്കിലും. ഒന്ന് പോടി. ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നവർ മുണ്ടും പൊക്കി ഓടുന്നത് നീ ഇച്ചിരി മാറിയിരുന്ന് കണ്ടോ? താങ്ക് യു. ദേവാ, ഒരുമിച്ച് പഠിച്ചോരാ, 7 വർഷം ഒരേ ബെഞ്ചില്. വാ വാ വാ. കുറച്ച് മാറിക്കോ, ശല്യാവല്ലേ? ഓക്കെ. നിക്ക് 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 നിക്ക്. നിങ്ങൾ പോയി ഓഡിറ്റോറിയം അറേഞ്ച്മെന്റ്സ് ഒക്കെ നോക്ക്. ഓഫീസിലുണ്ടാവും. പോ, ചെല്ല്. നോക്കി നിൽക്കാതെ. മാഷ് പോയി അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്ക്. ചെല്ല്, വേഗം ആവട്ടെ. ദേവാ, മൈക്ക് കൈ കിട്ടിയ പണ്ടും എനിക്ക് നല്ല പേടിയാ. അന്ന് നമ്മൾ കാട്ടിക്കുട്ടിയെ വിക്രിയാസം നീ വിളിച്ചു കൂവിയേക്കരുത്. ഞാനിപ്പോ ഒരു വൈദികനാണ്, പോരാത്തിന് ഇവിടുത്തെ പ്രിൻസിപ്പാളും. ഇങ്ങോട്ട് വാ. വന്നേ. വാ. എന്താ? അച്ഛനെ കെട്ടണമെന്ന് പറഞ്ഞ ഒറ്റക്കാല് നിന്ന മേരി ജോസഫ് അവസാനം മടത്തി ചേർന്ന കഥ ഞാൻ ഇന്ന് പിള്ളേരോട് പറയും അച്ഛാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മൈ ഡിയർ സ്റ്റുഡൻസ്, മിസ്റ്റർ ദേവിനെ ഇവിടെ മുഖ്യാതിഥിയായി ലഭിക്കുവാൻ നാം അനുഭവിച്ച കഷ്ടപ്പാടും ബുദ്ധിമുട്ടും. അതെ, സാർ അധികം കഷ്ടപ്പെടണ്ട. ഒന്ന് മാറിയുന്നേ. അല്ല, ആരും പ്രിയപ്പെട്ട കുഞ്ഞാടുകൾ, കേവലം ഒരു സിനിമാ നടന് പകരമായി നമുക്ക് വീണ് കിട്ടിയ ഈ ഭാഗ്യത്തിന് നിങ്ങൾ കർത്താവിനോട് നന്ദി പറയുക. പ്രൗഢഗംഭീരമായ ദേവിന്റെ പ്രസംഗം നിങ്ങൾക്കിപ്പോൾ കേൾക്കാം. ഈ കോളേജിന്റെ ഉദ്ഘാടനം ചെയ്യാനായി എന്റെ സഹപാഠിയായ നിങ്ങളുടെ എസ് ജെ ദേവിനെ ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഫാദർ ഡാനിയൽ, സുന്ദരന്മാരെ, സുന്ദരികളെ,
റോമാ സാമ്രാജ്യത്തിന്റെ ഇതിഹാസങ്ങളിൽ ഒരു നാടോടി കഥയുണ്ട്. യൗവനത്തിന് അപ്പോളോ ദേവന് തപസ് ചെയ്ത ഇസബെല്ലയുടെ കഥ. അതുപോലെ കാലം വസന്തമായി നിങ്ങളുടെ പ്രായത്തിൽ പൂത്തുലയുന്ന ഈ നേരത്ത് ഈ കോളേജ് ഡേയിൽ പങ്കെടുക്കാൻ എന്റെ സഹപാഠിയും നിങ്ങളുടെ പ്രിൻസിപ്പളുമായ ഫാദർ ഡാനിയൽ ഒരവസരം ഉണ്ടാക്കി തന്നതിന് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്, അല്പം ഭയവും. കാൽപ്പനികതയുടെ ആതുരാലയമായ കോളേജ് ക്യാമ്പസിന്റെ പടിയിറങ്ങിയിട്ട് വർഷങ്ങൾ ഒത്തിരിയായി. താളം മാറി, ഈണം മാറി, ജീവിത രീതി മാറി. നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല അച്ചോ. ഇതൊക്കെ പിള്ളേരുടെ ഒരു തമാശയല്ലേ, സാരമില്ല. സാരമില്ലാന്നോ? എന്ത് സാരമില്ലാന്ന്? എവിടത്തെ സാരമില്ലാന്ന്? ഇത് ചെയ്ത തെമ്മാടികളെ ഞാൻ കോളേജിൽ ഡിസ്മിസ് ചെയ്യും. അതൊന്നും വേണ്ട അച്ഛാ. കോളേജിന് വേണ്ട ഒരു കുന്തവും വേണ്ട. ഇതിലും വലിയ എന്തെല്ലാം കലക്ക് നമ്മൾ കലക്കിയവരാച്ചാ. പ്രോഗ്രാം നടക്കണം, പ്രോഗ്രാം നമുക്ക് നടത്തണം. എന്റെ ദേവ, ഇനിയിപ്പോ എങ്ങനെ നടക്കാനാ? അതിനൊക്കെ വഴിയുണ്ടെന്നേ. അച്ഛൻ നോക്കൂ, ഞാൻ കാണിച്ചു തരാം. വന്നേ.